Hello friends, welcome to the channel. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിംഗ് ചെയ്യാനും അതുപോലെ പരിചയപ്പെടാനും പോകുന്ന നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ കാർഡ് ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇത് ഓൺലൈൻ റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഡെബിറ്റ് കാർഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ ഒരു സേവിങ്സ് അക്കൗണ്ട് നമ്മൾ ഓൺലൈൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ECSS എന്ന് പറഞ്ഞ സേവിങ്സ് അക്കൗണ്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് കിട്ടുന്ന ഒരു ഡെബിറ്റ് കാർഡാണ് നമ്മുടെ എന്താ പറയുക ഓൺലൈൻ റിവാർഡ്സ് എന്ന് പറഞ്ഞ ഡെബിറ്റ് കാർഡ്. ഇതിന് ആക്ച്വലി ആനുവൽ ചാർജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 500+ GST നമുക്ക് വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ തന്നെയാണ്. നമുക്കതിൽ കുറേ ടൈപ്പ് ഓഫ് ആക്സിസ് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് 1 year ഒക്കെ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇത് ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡാണ്. ഇതിന് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് നോർമൽ നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ വരുന്ന ഓഫേഴ്സും അതുപോലെ തന്നെ 5 lakh അപ് ടു വരുന്ന നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി കിട്ടാൻ കുറച്ച് താമസിച്ചിട്ടാവും. ഒരു 2 weeks ഒക്കെ എടുത്ത് നമുക്ക് ആക്ച്വലി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വന്ന നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ ലെറ്ററാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ലെറ്ററിലാണ് വരിക. നമ്മുടെ നോർമൽ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് വരുന്നത് അതേപോലത്തെ സെയിം പ്രൊസീജിയറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഓൾറെഡി കാർഡ് കാണിച്ചില്ല. അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് അതുപോലെ തന്നെ ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങേണ്ട മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങി ചെക്ക് കൊടുത്തൊക്കെ മറക്കണ്ട കേട്ടോ. പിന്നെ രണ്ടാം ചാനൽ കാണുന്നവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിനും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ മെസ്സേജ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ നോക്കിയാൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വന്നേക്കുന്ന വെൽക്കം കിറ്റിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ചെക്ക് ബുക്കോ പാസ്ബുക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെക്ക് ബുക്ക് നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് അവരുടെ ഒരു എന്താ പറയുക നമ്മുടെ ആപ്പിൽ കൂടെ അതായത് മൊബൈൽ ബാങ്കിങ് ആപ്പിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു 1 year ഫ്രീ ആണ്. വൺസ് നമുക്ക് ഫ്രീ ആണ്, പിന്നെ നമുക്ക് ചാർജ് വരും കേട്ടോ. ഇത് എനിക്ക് ബ്ലൂ ഡാർട്ടിലാണ് ഇത് വന്നത്, നമ്മുടെ കൊറിയർ വന്നേക്കുന്നത്. അപ്പോൾ 3 ഒരു കിറ്റ് പോലെ സംഭവമാണ് വന്നേക്കുന്നത്. ഒന്നാമത്തെ നമ്മുടെ വെൽക്കം ലെറ്റർ, അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചു തരുന്നില്ല. നമ്മുടെ അഡ്രസ്സും അതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ദിസ് വെൽക്കം ലെറ്റർ കണ്ടെയ്ൻസ് കാർഡ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഓൺ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ഇൻഫർമേഷൻ ഓൺ ടേംസ് ആൻഡ് കണ്ടീഷൻ. അതാണ് 3 നമുക്ക് വരുന്നത്. ഇത് നമ്മുടെ കസ്റ്റമർ ID അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ, ഏത് അക്കൗണ്ട് ടൈപ്പാണ്, അതായത് അക്കൗണ്ട് നെയിം ECSS ആണ് നമ്മുടെ വരുന്നത്. അതുപോലെ തന്നെ നോമിനേഷൻ ഡീറ്റെയിൽസ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഡെബിറ്റ് കാർഡ് നമ്പർ, നെയിം ഓൺ ഡെബിറ്റ് കാർഡ്, ടൈപ്പ് ഓഫ് കാർഡ്, ഇതെല്ലാം ഡീറ്റെയിൽസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് കാണിച്ചു തരാൻ പറ്റില്ല. ഫുൾ ഇതിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്സിൽ നമുക്ക് അതിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിലിൽ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വെൽക്കം ലെറ്ററിൽ വന്നിരിക്കുന്നത് ഐ വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് എ വാം വെൽക്കം ടു യു ഓൺ ബിഹാഫ് ഓഫ് എൻ്റയർ ആക്സിസ് ബാങ്ക് ഫാമിലി. ആസ് വൺ ഓഫ് ദ നാഷണൽസ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഇറ്റ് ഹാസ് ബീൻ our privilege to be a part of the lives of over 3 crore Indians, and in us you will find a partner who is always open to addressing your needs whatever they may be എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിലവർ കീ ഫീച്ചേഴ്സ് ഓഫ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റേ ഇൻഫോംഡ്, SMS അലേർട്ട്, അതുപോലെ തന്നെ ആസ് എ ഗ്രീൻ ഇനിഷ്യേറ്റീവ് ഫ്രം ആക്സിസ് ബാങ്ക് വി നൗ ഹാൻഡ് ഫിസിക്കൽ statement on request at branches and encourage our customer to opt for e-statement by sending SMS green at email to അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കിൽ അവരുടെ ചാർജസും കാണാൻ പോകുന്നുണ്ട്. സർവീസ് ഫീസ് ഓൺ അക്കൗണ്ട്സ് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ചാർജസ് ഓൺ നോൺ മെയിൻ്റനൻസ് ഓഫ് ബാലൻസ് റേഞ്ചസ് ഫ്രോം 50 to 300. പിന്നെ നമുക്ക് ഇതിൻ്റെ മിനിമം ബാലൻസ് വരുന്നത് 5,000 ആണ് കേട്ടോ. സെമി അർബൻ റീജിയനിലൊക്കെ നമുക്ക് വരുമ്പോൾ ഒരു 12,000 അബവ് വരും. പിന്നെ അർബൻ റീജിയനിൽ വരുമ്പോൾ 15,000 അബവ് വരും കേട്ടോ. അതിൻ്റെ അബവ് അല്ല 15,000 വരും നമുക്ക് ആനുവൽ മെയിൻ്റനൻസ് ചാർജസ്, അതായത് അക്കൗണ്ടിൻ്റെ. പിന്നെ നമുക്ക് ഡെബിറ്റ് കാർഡ് ഇഷ്യൂൻസ് ഫീ എന്ന് പറയുന്നത് 500 രൂപ വരുന്നുണ്ട്. പ്ലസ് ഇതിൽ ഈ ഡെബിറ്റ് കാർഡാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഫ്രീ ആണ്. ഫിസിക്കൽ കാർഡ് വേണമെങ്കിൽ നമുക്ക് 500, പക്ഷേ അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫിസിക്കൽ കാർഡ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം പോയിട്ട് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിൽ ഡെബിറ്റ് കാർഡ് ചാർജസും നമുക്ക് കുറച്ച് വേരിയൻ്റ് ആണ്. നമ്മുടെ ഈ റീജിയൻ അനുസരിച്ച് മെട്രോ, അർബൻ, സെമി അർബൻ, റൂറൽ ഏരിയസിൽ 500 രൂപ. വാല്യൂ പ്ലസ് ആണ് കാർഡാണെങ്കിൽ നമുക്ക് 750 രൂപ. ഡിലൈറ്റ് കാർഡാണെങ്കിൽ 999 രൂപീസാണ് നമുക്ക് വരുന്നത് കേട്ടോ. പ്ലസ് GST വരും. അതിൽ കുറേ കാർഡ് ഇവർക്ക് വേരിയൻസുകളുണ്ട്, ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്കതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് നമുക്ക് RTGS ഫീസിൻ്റെ കുറിച്ചാണ്. NTFS ഫീസ് നമുക്ക് ബ്രാഞ്ച് ആൻഡ് ഓൺലൈൻ നമുക്ക് വരുമ്പോൾ 2 രൂപയാണ് അപ് ടു 10,000. അതുപോലെ തന്നെ 10,000 to 1 lakh ആണെങ്കിൽ 4 രൂപ. അങ്ങനെ ഒരു റേഞ്ചിങ് വാരിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ മന്ത്ലി ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് നമുക്ക് ഫസ്റ്റ് 4 ട്രാൻസാക്ഷൻ ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് 21 രൂപ പെർ ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഡെബിറ്റ് കാർഡ് അനുവദിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഡെബിറ്റ് കാർഡ് ഇഷ്യൂൻസ് ഫീ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതൊക്കെ തന്നെ നമ്മുടെ വെൽക്കം ലെറ്ററിലുള്ള വേറെ കാര്യമായിട്ടും സംഭവങ്ങളൊന്നുമില്ല. പിന്നെ വരുന്നത് നമുക്കൊരു
എന്താ പറയുക, ഇതൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഇതൊരു 80 പേജ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കണം. നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക ക്രെഡിറ്റ് കാർഡിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ ഫുൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഫുള്ള് വായിച്ചു നോക്കുന്നത് നല്ലത് തന്നെയാണ്. അതിൻ്റെ ഇൻഷുറൻസിൻ്റെ എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത് അത് കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻഷുറൻസ് ഉണ്ട്. യു അക്നോളജ് ദാറ്റ് ദ ഇൻഷുറൻസ് ബെനിഫിറ്റ് പ്രൊവൈഡഡ് ഓൺ യുവർ കാർഡ് വിൽ ബി അവൈലബിൾ ടു യു ആസ് പെർ ദ ടേംസ് ഓഫ് ദ റിലവൻറ്റ് ഇൻഷുറൻസ് പോളിസി ഇൻ ഫോഴ്സ് ആൻഡ് ഓൺലി സോ ലോങ് ആസ് യു ആർ ആൻഡ് റിമൈൻ ആക്റ്റീവ് കാർഡ് ഹോൾഡർ ആണ്. നമ്മുടെ അക്കൗണ്ടും അതുപോലെ തന്നെ കാർഡും ആക്റ്റീവ് ആയാലും നമുക്ക് ഈ ഇൻഷുറൻസ് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. പിന്നെ ആക്സിസ് ബാങ്ക് റിസർവ് ദ റൈറ്റ് ടു ഡിസ്കണ്ടിന്യൂ ദ ഇൻഷുറൻസ് ഫെസിലിറ്റീസ് ഓഫേർഡ് അറ്റ് എനി ടൈം. ബെസ്റ്റ്. പിന്നെ ദ സീറോ ലോസ് കാർഡ് ലയബിലിറ്റി ഓർ പർച്ചേസ് പ്രൊട്ടക്ഷൻ ഓർ പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് കവർ ഓൺലി കവറേജ് ഇസ് പ്രൊവൈഡഡ് ടു ദ കാർഡ് ഹോൾഡർ ബൈ ന്യൂ ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനിയാണ് നമുക്ക് ഈ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അത് നല്ല കമ്പനി തന്നെയാണ് ഇൻഷുറൻസിൻ്റെ. പിന്നെ ആക്സിസ് ബാങ്ക് ഡസ് നോട്ട് ഹോൾഡ് എനി വാറണ്ടി ആൻഡ് ഓർ മേക്ക് റിപ്രസെൻറ്റേഷൻ അബൌട്ട് ക്വാളിറ്റി ഡെലിവറി ഓഫ് ദ കവർ ക്ലെയിം പ്രോസസ്സിംഗ് ഓർ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ക്ലെയിം ബൈ ദ ന്യൂ ഇൻഷുറൻസ്. ഇവരൊരു ബന്ധമില്ല എന്നൊക്കെയാണ് പറയുന്നവർ. അപ്പോൾ ഇൻഷുറൻസ് ഫുൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ന്യൂ ഇന്ത്യൻ ഇൻഷുറൻസ് ആണ്. യു മേ ബി ആസ്ക്ഡ് ടു സബ്മിറ്റ് അഡീഷണൽ ഡോക്യുമെന്റ് ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് ദ കേസ്. പിന്നെ ആക്സിസ് ബാങ്ക് ഷാൾ നോട്ട് ബി ലയബിൾ ഫോർ എനി ഡിലേ സെറ്റിൽമെന്റ് എന്നും അവർ ആക്സിസ് ബാങ്ക് അല്ലാന്ന് പറയുന്നുണ്ട്. ആസ് പെർ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഇൻഷുറൻസ് പോളിസി ടു റൈസ് ക്ലെയിം അഗൈൻസ്റ്റ് പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവർ intimation and requirement document submission should be completed within 50 days from the date of death of the customer. അപ്പോൾ ആക്സിഡന്റൽ ഡെത്ത് കവറിനൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ 50 ഡേയ്സിനുള്ളിൽ നമ്മൾ എല്ലാം സബ്മിറ്റ് ചെയ്യണം. To be eligible for personal accidental coverage, customer should have done at least one POS transaction in last 90 days. അതായത് ഈ പേഴ്സണൽ ആക്സിഡൻസ് കവറേജിൽ നമ്മൾ വരണമെങ്കിൽ നമ്മൾ കാർഡ് കൊണ്ട് ഒരു ട്രാൻസാക്ഷൻ POS ട്രാൻസാക്ഷൻ, അതായത് നമ്മുടെ കാർഡ് പേയ്മെന്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ 90 ഡേയ്സിലുള്ള ഓർഡറെങ്കിലും ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫോർ റൂപേ കാർഡ്സ് ആകുമ്പോൾ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ക്ലെയിം ഷാഡ് ടു ബി ഇൻറ്റിമേറ്റഡ് വിത്തിൻ 30 ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ വിസ കാർഡ് മാസ്റ്റർ കാർഡിന് 90 ഡേയ്സ് ആണ്, ഇത് നമുക്ക് 30 ഡേയ്സ് ആണ് റൂപേ കാർഡ് ആണെങ്കിൽ. പിന്നെ കാർഡ് ഹോൾഡർ ഷുഡ് ബിയർ ദ ലോസ് സസ്റ്റെയിൻ അപ് ടു ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ ടു ദ ബാങ്ക് ഓഫ് എനി ലോസ് തെഫ്റ്റ് ഓർ കോപ്പിംഗ് ഓഫ് ദ കാർഡ് ബട്ട് ഓൺലി ടു എ സർട്ടൻ ലിമിറ്റ് ആസ് പെർ ദ. അത് എന്താ പറയുക, നമ്മുടെ കാർഡ് ഹോൾഡർ ബിയർ ചെയ്യണമെന്ന് പറഞ്ഞത് ലോസ്. പിന്നെ നമുക്ക് അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് പുറത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് പ്രത്യേകിച്ച് എടുത്ത് വായിച്ചാണെന്ന് വെച്ചാൽ കുറേ പേർക്ക് ഡെബിറ്റ് കാർഡ് ഇൻഷുറൻസിനെ കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന നോർമലി മോസ്റ്റ്ലി എല്ലാ ഡെബിറ്റ് കാർഡിലും നമുക്ക് ആക്ച്വലി ഇൻഷുറൻസിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. ഇത് അവരുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്, അത് വായിച്ചു നോക്കാം. ഇതൊരു വലിയ അട്ടിയാണ്. അപ്പോൾ ഞാൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ഡെബിറ്റ് കാർഡ്സിനെ കുറിച്ച് പറയാം. നമുക്ക് ആക്ച്വലി ഇത് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ കുറിച്ചൊന്ന് പറയാം. നമ്മളിപ്പോഴത്തേക്ക് ഓൺലൈൻ റിവാർഡ് ഡെബിറ്റ് കാർഡാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് അതായത് ഫസ്റ്റ് പറയാം. ഇത് നമുക്ക് ആക്ടിവേഷൻ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഗ്രാബ് ഡീൽസ് വൗച്ചർ അപ് ടു 500 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൺ കംപ്ലീഷൻ ഓഫ് 1 ട്രാൻസാക്ഷൻ വിത്തിൻ 30 ഡേയ്സ്. അതായത് 30 ദിവസത്തിനുള്ളിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ ഒരു ഗ്രാബ് ഡീൽ, ഇവരെന്ന് വെച്ചാൽ ആക്സിസ് ബാങ്കിൻ്റെ ഒരു സൈറ്റാണ് ഗ്രാബ് ഡീൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വൗച്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഹയർ എഡ്ജ് റിവാർഡ് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് 10x റിവാർഡ് പോയിന്റ് ഓൺ ട്രാവൽ ബുക്കിംഗ്, 5x റിവാർഡ് പോയിന്റ് ഓൺ ഇലക്ട്രോണിക് പർച്ചേസ്, 3x റിവാർഡ് പോയിന്റ് ഓൺ ഓൺലൈൻ ഫുഡ് ഡെലിവറി, 2x ഓൺ ക്ലോത്തിങ് സ്റ്റോഴ്സ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എഡ്ജ് റിവാർഡ് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഗ്രാബ് ഡീലിൻ്റെ ഒരു എക്സ്ട്രാ 500 കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ആനിവേഴ്സറി ഇയർലി 1 ഇയർ ആകുമ്പോട്ടാ. പിന്നെ നമുക്ക് ഡൈനിങ് ഡിലൈറ്റ് വിത്ത് ഈസി ഡൈനർ എന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് 15% ഓഫ് നമുക്ക് 500 രൂപ അപ് ടു 500 rupees നമുക്ക് ഈസി ഡൈനിങ് ഈസി ഡൈനർ എന്ന ആപ്പിൽ നമുക്ക് ഓഫർ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ആണ്. പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവർ അപ് ടു 5 lakh ആണ്. എയർ ആക്സിഡന്റൽ കവർ അപ് ടു 1 lakh. പർച്ചേസ് പ്രൊട്ടക്ഷൻ കവർ അപ് ടു 50,000. അതായത് ഓൾ കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ് പർച്ചേസ് യൂസിങ് ഓൺലൈൻ റിവാർഡ് ഡെബിറ്റ് കാർഡ് ആർ ഇഷ്യൂഡ് അഗൈൻസ്റ്റ് ഫയർ, നാഷണൽ കലാമിറ്റീസ്, എന്താ പറയുക, തെഫ്റ്റ്, ഹൗസ് ബ്രേക്കിംഗ് അപ് ടു 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസ്. അത് കൊള്ളാം. അതായത് നിങ്ങൾ ഈ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് 50,000 വരെ നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതായത് 90 days, അതായത് 3 മാസം. 3 മാസത്തിനുള്ളിൽ നിങ്ങൾ അതിൻ്റെ എന്താ പറയുക, ഫയർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ, നാഷണൽ കലാമിറ്റീസ് കൊണ്ട് ഡാമേജ് വന്നു കഴിഞ്ഞാൽ, തെഫ്റ്റ്, ഹൗസ് ബ്രേക്കിംഗ്, ഇതൊക്കെ നമുക്ക് 90 ഡേയ്സിനുള്ളിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആക്ച്വലി 50,000 വരെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ട്രാവൽ ഇൻഷുറൻസ് വരുന്നുണ്ട്. ലോസ്റ്റ് ബാഗേജ് ഓർ ഡിലേ ഇൻ ബാഗേജ് ആൻഡ് ട്രാവൽ ഡോക്യുമെന്റ്സ് അപ് ടു $500, അതായത് $500. അപ്പോൾ ഇത്രയ്ക്കും ഇൻഷുറൻസ് നമുക്ക് ഇതിൽ കവേർഡ് ആണ്. പിന്നെ നമുക്ക് ജനറേറ്റ് ഡെബിറ്റ് കാർഡ് നമുക്ക് ATM വഴി ചെയ്യാം, കോൾ വഴി ചെയ്യാം. പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡെബിറ്റ് കാർഡ് ബ്ലോക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്പിൽ വരുന്നുണ്ട്. ഗോ കോൺടാക്ട്ലെസ്, അതായത് നമുക്ക് NFC സപ്പോർട്ട് കാർഡിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് ടാപ്പ് ആൻഡ് പേ സപ്പോർട്ട് ഉണ്ട് 5,000 രൂപ വരെ. പിന്നെ നമുക്ക് ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡാണ്. നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്ച്വലി ഒന്നെങ്കിൽ എന്താ പറയുക ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം, അല്ലെങ്കിൽ അതൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും.
പിന്നെ ഡീൽസ് നമുക്ക് ഇതിൽ ആക്ച്വലി ഡീൽസ് വരുന്നത് ക്ലാക്സിൽ നമുക്ക് 50% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ജോയ് ആലുക്കാസിൽ ഒരു അട്രാക്റ്റീവ് ഓഫേഴ്സ് ആണ് ജ്വല്ലറി വരുന്നുണ്ട്. മെഡിബഡിയിൽ നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ കുറേ ഉണ്ട് അവരുടെ. പിന്നെന്താ, ഡെബിറ്റ് കാർഡ് കൊടുക്കാം. ഫുഡ്സ് ആൻഡ് ഡൈനിങ്സിൽ വരുന്നുണ്ട്. ഇലക്ട്രോണിക്സ് എല്ലാത്തിലും വരുന്നുണ്ട്. ഇത് മാറിക്കൊണ്ടിരിക്കുക, നിങ്ങൾ സെർച്ച് ചെയ്യായിരിക്കും നല്ലത് കുറച്ചുകൂടി. അപ്പോൾ ഇത്രയും ഓഫേഴ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറിച്ച് ഇവർക്ക് കുറേ, ഞാൻ പറഞ്ഞല്ലോ, കുറേ വേരിയൻ്റ് ഉണ്ട് ഇവർക്ക് ഡെബിറ്റ് കാർഡിൽ. അപ്പോൾ ആ വേരിയൻ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മുടെ ഓൺലൈൻ റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഡെബിറ്റ് കാർഡിനെ കുറിച്ചാണ്. ആക്ച്വലി ഒരു പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, ഒരു മിഡിൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ഉണ്ട് അവർക്ക്. ഈ ഡെബിറ്റ് കാർഡ് അത് നിങ്ങൾക്ക് എല്ലാ അക്കൗണ്ട് തുടങ്ങുമ്പോഴും ആക്സിസ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോഴും നമുക്ക് ഈ ഡെബിറ്റ് കാർഡ് കിട്ടും. അത് ഫ്രീ ആണ്. അതിന് നമുക്ക് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്ന ഡെയിലി ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, ഫിസിക്കൽ കാർഡല്ല. ഓൺലൈൻ നമുക്ക് 1 lakh ആണ് വരുന്നത്. ക്യാഷ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 1% ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. ടോപ്പ് ഫീച്ചർ എന്ന് പറയുന്നത് വൺ ഫ്രീ മൂവി ടിക്കറ്റ് എവരി മന്ത് വിത്ത് ബുക്ക് മൈ ഷോ വരുന്നുണ്ട്. ലിബർട്ടി ഡെബിറ്റ് കാർഡ്സ് വരുന്നുണ്ട്. അതായത് അടുത്തൊരു ഡെബിറ്റ് കാർഡാണ് ലിബർട്ടി. അതിന് നമുക്ക് ഡെയിലി ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് 50,000, പർച്ചേസ് ലിമിറ്റ് 3 ലക്ഷം. ആക്സിസ് ആൻഡ് എഡ്ജ് റിവാർഡ് പോയിന്റ്സ് 1 point ഓൺ എവരി 200 രൂപ സ്പെൻഡ്. ടോപ്പ് ഫീച്ചർ പേഴ്സണൽ ആക്സിഡന്റൽ കവറാണ്. ബർഗണ്ടി ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട്. അതിന് നമുക്ക് ക്യാഷ് വിഡ്രോവൽ 3 ലക്ഷം. അത് കുറച്ച് പ്രീമിയം കാർഡാണ് കേട്ടോ. പിന്നെ പ്രയോറിറ്റി ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട്. 1 lakh ആണ് ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത്. 5 lakh പർച്ചേസ് ലിമിറ്റ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം. 25% ഡിസ്കൗണ്ട് ഓൺ മൂവി ടിക്കറ്റ് ബുക്ക് ത്രൂ ബുക്ക് മൈ ഷോ വരുന്നുണ്ട്. പ്രസ്റ്റീജ് ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട്. അത് നമുക്ക് 1 lakh തന്നെയാണ് ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ്. ടോപ്പ് ഫീച്ചേഴ്സ് കോംപ്ലിമെന്ററി മൂവി ടിക്കറ്റ് തന്നെയാണ്. ഡിലൈറ്റ് ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട്. അതിന് നമുക്ക് 1 lakh തന്നെയാണ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത്. വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ടൈംസ് പ്രൈം മെമ്പർഷിപ്പ് വരുന്നുണ്ട്. അപ്പോൺ കംപ്ലീഷൻ ഓഫ് 3 ഓൺലൈൻ ട്രാൻസാക്ഷൻ വിത്തിൻ 60 days വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഓൺ ടോട്ടാൽ ക്ലിക്ക്, സ്വിഗ്ഗി, മെഡ് ലൈഫ്, ബുക്ക് മൈ ഷോ വരുന്നുണ്ട്. കുറേ ഡെബിറ്റ് കാർഡ് ഉണ്ട്. വാല്യൂ പ്ലസ് ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട്. ഡെയിലി ക്യാഷ് വിഡ്രോവൽ 1 lakh ആണ്. നമുക്ക് ഗ്രോസറി 5% ക്യാഷ് ബാക്ക് ആണ് മെയിൻ അട്രാക്ഷൻ വരുന്നതിൻ്റെ. പിന്നെ വരുന്ന നമ്മളെടുത്ത ഓൺലൈൻ റിവാർഡ് ഡെബിറ്റ് കാർഡാണ് ഓൺലൈൻ റിവാർഡ്സ്. ഇതിൽ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രാബ് ഡീൽ വോച്ചർ ഇടുന്നുണ്ട് 500 രൂപയുടെ. പിന്നെ വലിയ സ്പെഷ്യലായിട്ട് സംഭവമൊന്നുമില്ല. പിന്നെ റിവാർഡ് പ്ലസ് റിവാർഡ് ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട്. അത് നമുക്ക് ഓൾമോസ്റ്റ് ഈ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. മൂവി ടിക്കറ്റിൽ 5% ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. അതാണ് അട്രാക്ഷൻ വരുന്നത്. പിന്നെ സെക്യൂർ പ്ലസ് ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ടോപ്പ് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ലോസ് ഓഫ് കാർഡ് ആണെങ്കിൽ ക്യാഷ് വൈൽ ട്രാവലിംഗ് അവേ ഫ്രം ഹോം ഒക്കെ ആണെങ്കിൽ നമുക്ക് 80,000 രൂപയുടെ ഫ്രോഡ് പ്രൊട്ടക്ഷൻ കവർ വരുന്നുണ്ട്. പിന്നെ റൂപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട്. അത് നമുക്ക് ഡെയിലി ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് 40,000 രൂപയാണ്. എയർപോർട്ട് ലോഞ്ചസ് നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. പവർ സല്യൂട്ട് ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട്. അത് നമുക്ക് 40,000 രൂപയാണ് ലിമിറ്റ് വരുന്നത്. ആക്സിസ് എഡ്ജ് റിവാർഡ് പോയിന്റ് അപ്ലിക്കബിൾ അല്ല. ആക്സിഡന്റൽ കവറും വരുന്നുണ്ട് 10 ലക്ഷത്തിൻ്റെ. കുറേ ഡെബിറ്റ് കാർഡ് ഉണ്ട്. ടൈറ്റാനിയം റിവാർഡ് ഡെബിറ്റ് കാർഡ് ഉണ്ട്. ടൈറ്റാനിയം പ്രൈം ഡെബിറ്റ് കാർഡ് ഉണ്ട്. അത്രയ്ക്ക് ഇനിയുണ്ട്. ഡോളോട് ഈ ഇഷ്ടം പോലെ ഇട്ടാണ്. ഡിസ്പ്ലേ ഡെബിറ്റ് കാർഡ് ഉണ്ട്. യൂത്ത് ഡെബിറ്റ് കാർഡ് ഉണ്ട്. ലേഡീസ് ഫസ്റ്റ് ഡെബിറ്റ് കാർഡ് ഉണ്ട്. വിസ ക്ലാസിക് ഉണ്ട്. ടൈറ്റാനിയം പ്രൈം പ്ലസ് ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമാണെങ്കിൽ സെലക്ട് ചെയ്യാം. നമുക്ക് നോർമലി നമ്മുടെ ECSS എടുക്കുമ്പോൾ അവർ തരുന്നത് നമ്മുടെ ഓൺലൈൻ റിവാർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് അവരെ കോൺടാക്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഏറ്റവും ബേസിക് കാർഡ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മാറ്റാനും പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 year കഴിഞ്ഞാൽ മാറ്റാൻ. എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇഷ്യൂ ചാർജ് ആയിട്ട് 500 രൂപ എടുക്കുന്നുണ്ട് അവർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെബിറ്റ് കാർഡ്. നമുക്കിത് കാണിച്ചു തരണമെങ്കിൽ നമ്പേഴ്സൊക്കെ ഫ്രണ്ടിലാണ്. അതാണ് ബോർ പരിപാടി. കണ്ടോ, ഇതിൽ നമുക്ക് മാസ്റ്റർ കാർഡാണ് വന്നിരിക്കുന്നത്. ഓൺലൈൻ റിവാർഡ്സിൻ്റെ ഡെബിറ്റ് കാർഡാണത്. പ്ലാറ്റിനം കാർഡിൽ സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ 2ാം ചാനൽ കാണാത്തവരെ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടാ. അടുത്ത വീഡിയോ ആണ്. ബൈ.